ഇന്ന് ഞങ്ങൾ വൈകുന്നേര ചായക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സ് എന്താ വെച്ചാൽ ആദ്യമായിട്ട് കഴിച്ചിട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചക്കക്കുരു നന്നായിട്ട് ചൂടുള്ള ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിയും കൂടെ അതിൻ്റെ കൂടെ ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അളവുകളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എടുത്തൊരളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 1/4 കപ്പ് അരിയും കൂടിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഈ ചക്കക്കുരു നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പൊടിച്ചെടുത്ത്, നല്ല ഫൈനാക്കിയിട്ട് പൊടിക്കണ്ട, ഈ ഒരു കണക്കിന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ അരി വറുത്തതും കൂടെ പൊടിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അരിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് പൊടിച്ച് നല്ല പൊടിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിയുടെ പൊടിയും ചക്കക്കുരുവിൻ്റെ പൊടിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഒരു നുള്ളൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഇങ്ങനെ പൊടിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിത് കുറച്ച് പൊടിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ ഉരുട്ടി ബോൾസ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കാം കേട്ടോ. ഞങ്ങൾ കഴിച്ച് നോക്കി, പൊടിയാക്കിയിട്ട് തന്നെ കഴിച്ച് നോക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റും അരി വറുത്തതും തേങ്ങയും ശർക്കരയും ഒന്നായിട്ട് ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നും